ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പാലപ്പമാണ്. അപ്പോൾ പാലപ്പത്തിന് വേണ്ടിയുള്ള ഉരുളക്കിഴങ്ങ് സ്റ്റൂ ഉണ്ടാക്കിയെടുത്താലോ. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും ഒരു കുഞ്ഞു ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പു, പട്ട, ഏലക്കയാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് ഇല്ലാത്തത് കാരണം ഞാനിവിടെ കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഒരു എരിവിനും ഇച്ചിരി ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഒന്ന് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് കാഷ്യൂ ആണ്. അത് ഞാനിവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് അരച്ച് ചേർക്കാനുള്ളതാണ്. അപ്പോൾ സ്റ്റൂ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് വേവിക്കാൻ വെക്കാം. ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രം ചൂടാവാൻ വെക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഈ സവാള ഗോൾഡൻ കളർ വരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതിയാവും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. ഞാനിത് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് പിഴിയുന്നത്. ഇതിനാവശ്യമായ തേങ്ങാപ്പാൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ കാഷ്യൂ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. കാഷ്യൂ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തേങ്ങാപ്പാലിലേക്ക് ഇട്ടൊന്ന് കലക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. എരിവിനാവശ്യമായത് കുരുമുളക് ക്രഷ് ചെയ്തെടുത്തതാണിത്. ഈ സമയത്ത് ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കണം. ഇനി ഫ്ലെയിം സിമ്മിലേക്ക് വെച്ചിട്ട് തേങ്ങാപ്പാലും കാഷ്യൂ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് തിളക്കരുത്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. തേങ്ങാപ്പാൽ ഒഴിച്ച കറി ആയതുകൊണ്ട് പെട്ടെന്ന് തീർക്കണം. ഒരുപാട് നേരം വയ്ക്കാൻ പറ്റില്ല. വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വെജിറ്റബിൾ സ്റ്റൂ ആണിത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.